നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവം ഇഞ്ചോടിഞ്ച് പോരാട്ടം. മുന്നിൽ കണ്ണൂർ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ആദ്യ ദിനം 24 വേദികളിലായി 58 ഇനങ്ങളിലാണ് പൂർത്തിയാക്കിയത്. ആദ്യ ദിനം പൂർത്തിയാകുമ്പോൾ 215 പോയിന്റുമായി കണ്ണൂരാണ് ഒന്നാമത്. 214 പോയിന്റുമായി തൃശൂർ രണ്ടാമതുണ്ട്. കോഴിക്കോടും ആലപ്പുഴയും തൊട്ടു പിന്നാലെയുണ്ട്. ആകെയുള്ള 249 മത്സര ഇനങ്ങളിൽ 58 എണ്ണമാണ് ആദ്യ ദിനം പൂർത്തിയായത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആദ്യ ദിനത്തിൽ 217 അപ്പീലുകളാണ് എത്തിയത്. എല്ലാ വിദ്യാഭ്യാസ ഓഫീസുകൾ വഴിയും എത്തിയത് 163 അപ്പീലുകളാണ്. കോടതി വഴി എത്തിയത് 76 അപ്പീലുകളും ബാലാവകാശ കമ്മീഷൻ വഴി എത്തിയത് 1 അപ്പീലുമാണ്. പൂരം കലക്കൽ വിവാദം. പോലീസിനൊഴികെ മറ്റ് വകുപ്പുകൾക്ക് വീഴ്ചയില്ല. തൃശൂർ പൂരം കലക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണത്തിലെ വകുപ്പുകളുടെ വീഴ്ച സംബന്ധിച്ച അന്വേഷണം പൂർത്തിയായി. പോലീസിനൊഴികെ മറ്റു വകുപ്പുകൾക്ക് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് അന്വേഷണ റിപ്പോർട്ട്. ADGP മനോജ് എബ്രഹാം അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. വനം, തദ്ദേശം, ഫയർഫോഴ്സ്, ജില്ലാ ഭരണകൂടം, എക്സ്പ്ലോസീവ് തുടങ്ങിയ വകുപ്പുകളുടെ വീഴ്ചയാണ് ADGP മനോജ് എബ്രഹാം അന്വേഷിച്ചത്. ഇതിലാണ് പോലീസ് ഒഴികെ മറ്റു വകുപ്പുകൾക്ക് വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് കണ്ടെത്തിയത്. ത്രിതല അന്വേഷണത്തിലെ ഒരു അന്വേഷണമാണ് ഇതോടെ പൂർത്തിയായത്. 20 ശുപാർശയോടെയാണ് റിപ്പോർട്ട് കൈമാറിയത്. വെടിക്കെട്ട് നടത്തുന്നതിൽ ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത കാട്ടണമെന്ന്, വെടിക്കെട്ടിന് അനുമതി നൽകിയാൽ നിയന്ത്രണം ദേവസ്വങ്ങൾ ഏറ്റെടുക്കുമെന്നും റിപ്പോർട്ടിലുണ്ട്. വീണ്ടും ജീവനെടുത്ത കാട്ടാന. കാട്ടാന ആക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. മലപ്പുറം കരുളായി മാഞ്ചേരി പൂച്ചപ്പാറ കോളനിയിലെ മണിയാണ് മരിച്ചത്. 35 വയസ്സായിരുന്നു. ഇന്നലെ രാത്രി കാട്ടാന ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മണിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പുലർച്ചെയോടെ മരണം സംഭവിക്കുകയായിരുന്നു. ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട ആളാണ് മരിച്ച മണി. കരുളായി വനമേഖലയിൽ വെച്ചാണ് യുവാവിനെ കാട്ടാന ആക്രമിച്ചത്. ഇന്നലെ രാത്രി 7 മണിയോടെയാണ് ആക്രമണമുണ്ടായത്. ഉൾവനത്തിലൂടെ സഞ്ചരിച്ചാൽ മാത്രമാണ് കോളനിയിൽ എത്താനാകുക. ആക്രമണം ഉണ്ടായതറിഞ്ഞ് വനംവകുപ്പ് ജീവനക്കാർ ഉൾവനത്തിലെത്തിയാണ് ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചത്. കൊല്ലം ചടയമംഗലത്ത് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാറും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. കുട്ടികൾ ഉൾപ്പെടെ 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു അപകടം. നാഗർകോവിൽ സ്വദേശികളായ ശരവണൻ, ഷൺമുഖനാചാരി എന്നിവരാണ് മരിച്ചത്. മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറിലുണ്ടായിരുന്നത് ഇതര സംസ്ഥാനക്കാരാണെന്നാണ് വിവരം. പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡ്യൂട്ടി സമയം കഴിഞ്ഞു. എല്ലാം ഇട്ടറിഞ്ഞ് പൈലറ്റ് പോയി. യാത്രക്കാർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കുടുങ്ങി. പൈലറ്റിന്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞതു മൂലം മലേഷ്യൻ യാത്രക്കാർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കുടുങ്ങി. ശനിയാഴ്ച രാത്രി 11-ന് മലേഷ്യയിലേക്ക് മലിൻഡോ വിമാനത്തിൽ പോകേണ്ടിയിരുന്ന 140 യാത്രക്കാരാണ് കുടുങ്ങിയത്. തുടർന്ന് യാത്രക്കാരെ ഹോട്ടലുകളിലേക്ക് മാറ്റി. മറ്റൊരു പൈലറ്റ് എത്തി. ഇന്ന് വൈകിട്ട് 5-ന് മാത്രമേ യാത്രക്കാരെ മലേഷ്യയിലേക്ക് കൊണ്ടുപോകുകയുള്ളൂ. അതേസമയം കനത്ത മഞ്ഞിനെ തുടർന്ന് ഡൽഹിയിൽ നിന്നുള്ള വിമാനങ്ങളെല്ലാം നെടുമ്പാശ്ശേരിയിൽ വൈകിയാണ് എത്തുന്നത്.